അണ്ണാ പിത്തൽജിയുടെ ശവം കൊണ്ടുവന്ന്. ഇത് എവിടുന്നാ കിട്ടിയത്? ഹാർമണി ഹാർമണി He's the common man. Oh, that's cool. Wow. നിർത്തല്ലേ, വണ്ടി നിർത്തല്ലേ. ആ എല്ലാം സെറ്റായേ, ഇനി ഡിലേ ഇല്ല, ഒന്നുമില്ല, ഫുൾ സെറ്റായേ, ഫുൾ സെറ്റാ. 3, 2, 1. ഓൾ ഗുഡ് അല്ലേ? ഡിലേ ഉണ്ട്. അണ്ണാ പിത്തൽജിയുടെ ശവം കൊണ്ടുവന്ന്. എന്താ ഫ്രണ്ടില് എന്താ ചന്ദ്ര? ഹാർമണി കിട്ടി പിത്തൽജിയുടെ ശവം. ആ കൈയൊന്ന് പൊക്കിയടാ. അയ്യോ, ഇത് പിത്തല് തന്നെ. ജീവിച്ചിരുന്നപ്പോഴേ പിത്തലിന് ഇടത്തോട്ടൊരു കോണിച്ച ഉണ്ടായിരുന്നു, കണ്ട, ഇത് അത് തന്നെ. എന്താടാ ചന്ദ്ര, ഒരു തുള്ളി ജീവൻ ജീവൻ വരുന്നേ. ഇതിലിനി നിനക്ക് ജീവൻ വേണം എനക്ക്. ഇത് എവിടുന്നാ കിട്ടിയത്? ഹാർമണി അണ്ണാ, ഇത് അടക്കണ്ടേ അണ്ണാ? അപ്പാപ്പ വരുന്നതിന് മുമ്പ് നമ്മുടെ അകത്ത് ഉണ്ടായിരുന്നു അപ്പാപ്പ പിത്തല്. ഹെലികോപ്റ്ററിൽ കൊക്കിനെ പിടിക്കാൻ ചാടിയതാ. എടാ, ഇത് പിത്തലാണെന്ന് കൺഫേം ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു ടെസ്റ്റ് വല്ല നടത്തണ്ടേ? സാമാൻ നഹി. അത് വെച്ച് കൺഫേം ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണാപ്പിക്കാണേലും ബോബോയ്ക്കാണേലും എല്ലാം അത് തന്നെയാ. അവര് ജീവനോട് 2 ദിവസമായില്ലേ ബോബോയൊക്കെ കണ്ടിട്ട്? ഇല്ല അണ്ണാ, ഇത്ര അവസ്ഥ. ഇത് പിത്തള, ഇത് പിത്തള്. നമ്മൾ എടുത്തപ്പോ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. സാമാനം അല്ലേലും അതിന് എല്ലില്ല. എടാ പൂച്ച എന്ത്? എന്നാ പൂച്ച ഉണ്ടായിരുന്നു, പൂച്ചയുടെ മൃതശരീരം ഉണ്ടായിരുന്നു. നമ്മളടുത്ത് മാറ്റി കവറിൽ കെട്ടി വെച്ചിട്ടുണ്ട്. ഇത് അതല്ലേ ജീവിച്ചിരുന്നപ്പോ പോലും തോളത്ത് വെച്ച് നടന്നല്ലേടാ, അതിനെ മാറ്റല്ലേ, അടുത്ത് കൊണ്ടുവെക്ക്. അടുത്ത് വെക്കാം. അതിനെ ഒന്ന് പോസ്റ്റ്മോർട്ടം അയച്ചിട്ടുണ്ട്. പൂച്ചയെ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ട് ഇങ്ങനെ എന്തിനാ കൊണ്ടുവന്നത്? ചെയ്യണ്ടേ? DNA നടത്താൻ. ഇത് പിത്തള, ഇത് കൺഫേം ഹാർമണി വെച്ചിട്ടാ പിത്തളിനെ കാണാതായത്. ഏതെങ്കിലും ഒരു ബന്ധുക്കൾ ആരെങ്കിലും ഈ സിറ്റിയിലുണ്ടെന്ന് അറിയോ? ആടാ നീ അത് കൊടുക്കുമ്പോ ഇപ്പൊ എണീക്കില്ല. പിത്തളിന് നമുക്ക് ലോകത്തിലെ ആദ്യത്തെ പുണ്ടശി നീ ആയിരിക്കും ലെക്സ്. എണ്ണിറത അണ്ണാ എണീറ്റ് ഇത് കൊടുത്താലാ? പിത്തലിന് ഏതെങ്കിലും ബന്ധുക്കളുണ്ടോ ഇവിടെ? പിത്തലിന്റെ നമുക്ക് പോലും പിത്തലിന് തന്താ. അല്ല, ആരെങ്കിലും ഒരാള് പണ്ട് പുള്ളി പറയണൊക്കെ വല്ല കേട്ടിട്ടുണ്ടോ? എടാ, ഇത് ആരാ സ്പാം ചെയ്യണേ? ഇനി അടുത്ത് നീ മെന്നെ കിട്ടാൻ. സ്ട്രീംലാബ്സ് സെറ്റിംഗ്സ്, ഓഡിയോ സ്ക്രോൾ ഡൗൺ ടു അഡ്വാൻസ് ലുക്ക്. നമ്മ അടക്കണ ഇത് എങ്ങനെ വെച്ചേക്കത് നമ്മളിങ്ങനെ? അല്ല കുഴപ്പമില്ല. സ്ട്രീംലാബ്സ് സെറ്റിംഗ്സ് അവൻ പറഞ്ഞത് കൺസിഡർ ചെയ്തില്ലെന്ന് വേണ്ട. സ്ട്രീംലാബ്സിലെ സെറ്റിംഗ്സില് ഓഡിയോ ഡൗൺ ടു അഡ്വാൻസ്. ഓക്കെടാ, എൻ്റെ അകത്ത് അങ്ങനൊരു ഓഡിയോ ബഫർ സ്ട്രീം ഡിലേ നീ പറഞ്ഞ സാധനം മാത്രം എൻ്റെ അകത്തില്ല കേട്ടാ, ബാക്കി എല്ലാം ഉണ്ടേ. അങ്ങനൊരു സാധനം ഇല്ലടാ എനിക്ക്. ഇതെങ്ങനെ എടുക്കുക? ആൾക്കാർ കേൾക്കുന്നവരെന്ത് വിചാരിക്കും? ഇല്ലടാ, അങ്ങനെ ഒരു സാധനം ഇല്ല ഇതിനകത്ത് അങ്ങനെ ഒരു സാധനമേ ഇല്ല. ഹലോ ഗൈസ്, അഡ്ജസ്റ്റബിൾ ആണെങ്കിൽ കുറച്ചൊന്ന് നേരം ഒന്ന്. ഇതെങ്ങനെ എണീറ്റ് ആടുന്നില്ല? ഹലോ, സൗണ്ട് വരില്ലല്ലോ.
മാറില്ലടാ. ഞാൻ പറഞ്ഞില്ലേ അണ്ണാ CPR കൊടുത്ത എണീറ്റ് വരുമെന്ന്. CPR കൊടുത്താൽ എന്നിട്ട് അഗ്നി കൂടവാ. നീ എണീറ്റ് പിന്നെ ഇതെങ്ങനെ എണീറ്റ് ഇവന് ഹലോ കഴുത്ത് താഴ്ന്നു കഴുത്തൊടിക്കാൻ എന്തൊരിത് കെട്ടിത്തൂങ്ങി ചത്തയാണ് ഞങ്ങള് നല്ല ടെൻസിലായിരുന്നു. വാ എന്നാലും താഴോട്ടിരിക്കാം. വാ എത്ര വട്ടം ലൈനപ്പിൽ ഇടാതെ മാറി മാറ്റിയിരുത്തിട്ടുണ്ടെന്ന് അറിയോ? അതിന്റെ ഒരു വൈരാഗ്യം അങ്ങനെ മനസ്സിലുണ്ടാവും എന്തായാലും. അതിന് ഇറങ്ങി വാസുവിന്റെ ദേഹത്തോട്ട് വല്ല കയറും. ചന്ദ്ര ശവത്തിനെ മൂടണ്ടേ അണ്ണാ, ഞാൻ ഇവിടെ ക്ലീൻ ആക്കി ഒന്ന് മാറിയേ. പിത്തല് ചന്ദ്ര എടാ ചന്ദ്ര എടാ ചന്ദ്ര എടാ അതിനെ എടുത്തെടുത്ത് കൊണ്ട് കുഴിച്ചിടാ. എടാ ചന്ദ്ര നീ എവിടെ പോവാ? ഓടണ്ടേ? പിത്തല് നീ അവിടെ നിക്കുന്നത്. പിന്നെ പ്രേതം വന്നാ പിന്നെ പ്രേതം വന്നാ അതാണ് പറഞ്ഞേട്ടാ നീ ഇത് എവിടുന്ന് കൊണ്ടുവന്നേ? ഗ്രാൻഡ് ഓപ്പണിംഗ് ഓഫ് സാബ്ഗുരു നൈറ്റ് ക്ലബ് ഒഫീഷ്യലി ടുഡേ 11 മണി. 11 മണിക്കാണോ എന്നെ വിളിച്ചിട്ടുണ്ട്? ദുർമരണം ഇവിടെ മൂടാം. ഇവിടെ മൂടാം ശവത്തിനെ കേട്. ദേ പറഞ്ഞ ശവം ദേ കൊച്ചിന് വീർത്തിരുന്നുണ്ട്. ഇങ്ങോട്ട് കേറ്റി കിടത്ത് അണ്ണാ. എങ്ങനെ ഇരിക്കുന്നു ഒരു മിനിറ്റ്, ഇതെടുത്തോണ്ട് ഇങ്ങോട്ട് എന്താ പറ്റിയത്? ചന്ദ്ര ഇറങ്ങ മാട്ടിക്കുന്നതാ. ആ മീശൻ താടി വെച്ചിങ്ങനെ കരയല്ലേ അടിക്കാൻ തിരിക്കുക കേട്ടാ. അടിക്കലടാ പോ. ആ ഇപ്പൊ ശരിക്കും ചത്ത്. എടാ ചന്ദ്ര കുഴിച്ചിടാ കൊണ്ടോ ഇത് എവിടെ എടുത്തത് വെച്ചാ? ദേ എണീറ്റ് കിടക്കുന്നു. എവിടുന്നോ അഡ്മിനെ വേഷം കെട്ടി കൊണ്ടുപോകാ. അപ്പാ ഞാൻ ഒരു നിമിഷത്തേക്ക് ഒന്ന് ആഗ്രഹിച്ചു പോയി അത് പിത്തലായിരുന്നെങ്കിൽ ഒന്ന്. അപ്പാ മര്യാദ കൂട്ടുകുള്ള തൂക്കിയിട്ടുണ്ട് എന്നെ തൂക്കിട്ട് വന്നത് നല്ല ഉന്നുള്ള ആള്. ഒരു സെക്കൻഡ്. നീ കഞ്ചാവ് വല്ലോ ആണോടാ നീ? വടി പോലെ നടക്കണോ അങ്ങരുത്. മാംസം ഉള്ളവരൊക്കെ താഴെ കിടക്കണ്. யாரையும் தூக்கத்துக்கு எடுத்தது அத மாதிரி சொல்லி അപ്പാ എടാ ലോയലിറ്റി പോയിന്റ് പോയടാ. പോയിന്റ് ഒക്കെ തരും. പുത്തഞ്ചി തരും. എടുക്കട്ടെ, ഞാൻ ഈ ബോഡി എടുക്കുവാണേ. ഒരു മിനിറ്റ്. അടക്കാം. 4000 നല്ല ഉന്നാണ്. നൈസ് അല്ലേ? ചന്ദ്രനെ ഇട്ട് കഴിഞ്ഞാല് എനിക്കൊരു കാര്യം മനസ്സിലായി വാസുവിനെ. ചന്ദ്രനോട് നമ്മളെ വെടിവെക്കാൻ പറഞ്ഞാൽ മതി, എങ്കിൽ ഓപ്പോസിറ്റ്. അപ്പാ ഈ 4380 ലോയൽറ്റി പോയിന്റ് കുറവാണോ കൂടുതലാണോ? 4380 ലോയൽറ്റി പോയിന്റ് കുറവല്ലേ? അപ്പൊ അതിൽ നിന്ന് 100 കൂടെ പോയി ഇപ്പൊ. പോയല്ലേ? എന്തൊരു ഒരു ഉപകാരം ഇല്ലാത്ത കൊറേ എണ്ണം. ഇവനെയൊക്കെ ഇതിന്റെ കോരിയുടെ സ്ഥാനത്ത് എടുത്ത് മാറ്റണം. അപ്പൊ സാബ്ഗുരുവിന്റെ നമ്പർ ഉണ്ടോ കയ്യില്? സബ്ഗുരുവിന്റെ നമ്പർ ഇല്ല വാസവന്റെ വാട്സാപ്പിൽ സബ്ഗുരു ഡ്രോപ്പ് നമ്പർ എന്ന് പറഞ്ഞാൽ വിളിക്കുമായിരിക്കും. സാബ്ഗുരുവിന്റെ നമ്പർ എന്റെ ഉണ്ടല്ലേ? അടുത്തൊരു ഇതിനെ കളഞ്ഞില്ലേ ഇതുവരെ? ഹലോ സാബ്ഗുരു, ഞാനേ ഇവിടെ ഗ്യാങ് ഹൗസിലുണ്ട്. എപ്പോഴാ വരണ്ടേ? ഞാൻ നിങ്ങളെ ഗ്യാങ് ഹൗസിലുണ്ട്. ഞങ്ങളെ നോക്കുന്ന പറയുന്നത് ഇവിടെ ആരെയും കാണും. ഞങ്ങളുടെ ഗ്യാങ് ഹൗസിലുണ്ടോ? എവിടെ വെളിയിൽ നിൽക്കുന്നോ? അതെ, ഇവിടെ ഈ ബാക്കിൽ ഹെലികോപ്റ്റർ. ഓ അതെ അതെ, അങ്ങോട്ട് വരാം. ഇവൻ അടക്കാതെ പോകത്തില്ല കേട്ടോ. ഇതാരാ വിളിക്കുന്നത്? ഓ എന്റെ ഫോണിലൊക്കെ ഒരു കോള് വന്നിട്ട് എത്ര നാളായെന്നറിയാം. ഹലോ ഓ ഇത് സുമതി അമ്മ. ഹലോ ഓക്കെ കേക്കാം. ഇതാരാ?
നമ്മള് അന്നൊരു ദിവസം ഞാൻ കുറച്ച് ചെറിയൊരു എമൗണ്ട് ഞാൻ തന്നാണ്. അപ്പൊ അന്ന് ബ്രോ തിരിച്ചു തരാന്ന് ഞാൻ കുറെ ആളുകൊണ്ട് ഇങ്ങനെ കറങ്ങി നടക്കും ബ്രോ. ഇവരെ വിളിച്ചിട്ട് കിട്ടിയില്ലായിരുന്നു. പേരെന്തായിരുന്നു? ഒന്ന് തരാവോ? അത്യാവശ്യം ഉണ്ടായിരുന്നു. സ്പാരോ ഞാൻ അത്യാവശ്യം ഉള്ളതുകൊണ്ടാണേ. അയ്യോ ഒരു പ്രശ്നമില്ല, എനിക്ക് മനസ്സിലാവും. ഞാൻ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നില്ലായിരുന്നു സിറ്റിയിൽ. ഇന്നെങ്കിൽ ഒരു സെക്കൻഡ് ഞാൻ ഇപ്പൊ പറയാം. അത് കുഴപ്പമില്ല, നമ്മള് ഞാൻ തപ്പ് നടക്കുമായിരുന്നു. അത് തന്നെ. ഗ്യാങ്സിലോട്ട് വന്നോ. ഞാൻ പുറത്ത് ഇപ്പുണ്ട്. ഞാൻ ഉണ്ട്, പുറത്തുണ്ട്. ഞാൻ എല്ലാ ദിവസവും കയറി മീറ്റിംഗ്, പക്ഷെ ബ്രോ എത്തില്ല. ഹലോ ഒരു മിനിറ്റ് പെട്ടെന്ന് വരാം, 2 മിനിറ്റ് തരാം. ഞാൻ ഗ്യാങ്സിന്റെ ഫ്രണ്ട് വരെ ഒന്ന് പോയിട്ട് വരാം. ഒരു ചെറിയൊരു ഒരു പയ്യൻ കടം മേടിക്കാൻ വന്നിരിക്കുന്നത്. ഞാൻ പൈസ ഒന്ന് കൊടുത്തിട്ട് വരട്ടെ. ഇപ്പൊ ഫുള്ള് പിരിവുകാരാണ്. ഇപ്പൊ വരാം. ശരി. പണ്ടൊക്കെ നമുക്ക് പൈസ തന്നിട്ട് അവന്മാരെ നമ്മൾ കണ്ടന്റിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് വന്താലയ്യ ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. പിന്നെ അത് ചോദിക്കുക പോലും ഇല്ലായിരുന്നു. ഇപ്പൊ എല്ലാരും ചോദിച്ചു തുടങ്ങി കേട്ടാ സിറ്റിയില്. കടം മേടിച്ചവരൊക്കെ ചോദിച്ചു വന്നു തുടങ്ങി. ഈ കുടുംബം ഇങ്ങനെ ആയത് എല്ലാ എണ്ണത്തിന്റെ മടി കാരണമാ. സ്പീഡിൽ പോകണ്ട. ഞാൻ പുലിയാണല്ലേ, ഞാൻ പറി. എന്തൊക്കെ ഹലോ സ്പാരോ അല്ലേ? ഓക്കെ സ്പാരോ. അയ്യോ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് തിരക്കിലായിരുന്നു, അതുകൊണ്ടാണ്. ചൂസ് പേഴ്സൺ. സ്പാരോയുടെ നമ്പർ ഞാൻ സേവ് ചെയ്താൽ മാത്രമേ എനിക്ക് പൈസ അയക്കാൻ പറ്റുള്ളൂ അല്ലേ? അല്ല ഫോൺ നമ്പർ പറഞ്ഞ ഇടാൻ പറ്റുമോ? ഫോൺ നമ്പർ പറഞ്ഞോ. നമ്പർ ഷെയർ ചെയ്യാം. എന്തായിരുന്നു? CJ സ്പാരോ. 5 വട്ടം ഷെയർ ചെയ്തേ ഇപ്പൊ. CJ സ്പാരോ. ഓക്കെ. യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore, 100 crore. അയ്യോ ഒരു മിനിറ്റ്. ഒന്ന് കൺഫേം ചെയ്തോട്ടെ. യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore. യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore. ഇത് 1,20,00,000 അല്ലേ? ഇത് 1,20,00,000 അല്ലേ? യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore. ഇവിടെ കറക്റ്റ് ആണല്ലോ. യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore. Send. Are you sure want to send? The fee of the transaction is unit 10, 100, 1000, 10,000, lakh, 10 lakh, crore. Okay. 12 കോടി രൂപ അടയ്ക്കുമ്പോൾ 1 കോടി രൂപ ഫീ ആണേ. നമുക്ക് ഞാൻ ബാങ്കിൽ ചെന്നിട്ട് ക്യാഷ് എടുത്ത് തരാം. പിന്നെ സ്പാരോ കയറ്. ഞാൻ വണ്ടി ലോക്ക് ചെയ്യട്ടെ. വണ്ടി അല്ല ഞാൻ എന്നാലും പറഞ്ഞതാണ് നാടൻ പട്ടിക്ക് ഷൂസേ. ബാഗിൽ പോയിട്ട് ഇത് കോമൺ വണ്ടി അല്ലേ? ഇത് ഈ കിടക്കണ? അതെ കോമൺ വണ്ടി മോഡിഫൈഡ് വെർഷൻ. He is the common man. Oh, that's cool. Wow. എന്തേലും പറയുക അവന്റെയൊക്കെ. ആക്സിസ് ബാങ്കിങ് പയ്യൻ ചത്തം തോന്നുന്നു. കോമൺ മാൻ ചത്തോ? പേഴ്സണൽ ബാങ്ക് ഇല്ല. authenticated withdraw unit 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore. കൺഫേം. ഒന്നുകൂടെ ഇത് തെറ്റിക്കല്ലേ? എന്നാലും നമ്മളൊരു ആപത്തി സഹായിച്ചതല്ലേ. 1 കോടി രൂപ ഞാൻ എക്സ്ട്രാ കൊടുക്കാൻ പോണേ. യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore. ഓക്കെ കൺഫേം വിഡ്രോവൽ.
ആ ബ്രോ ഒന്ന് വന്നേ. ആ, അതെ. ഒന്ന് ഒരു സെക്കൻഡേ. യൂണിറ്റ് 10, 100, 1000, 10,000, lakh, 10 lakh, crore, 10 crore. കിട്ടിയോ? ഇല്ലല്ല കിട്ടിയില്ല. ഈ കൊടുത്തിട്ട് വരുന്നില്ല. വരുന്നില്ലേ? എടുത്തിട്ട് നോക്കിയാണ് 1230 ആണ്. എനിക്ക് നിലത്തിടായ നിലത്തിട്ടും വരുന്നില്ല. ഫേസ് ടു ഫേസ് നിക്കണം തോന്നുന്നു അവിടേക്ക്. ആ ഗിവ് കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു നേരത്തെ, എന്തോ ഒരു ബഗ് ഉണ്ടെന്ന് തോന്നുന്നു. ആ വന്നില്ലേ? ആ പോയല്ലോ. 13,000 വന്നില്ലേ? 13,000 കോടി ആ അല്ല, വന്നു. 13,000 കോടി അല്ല, 13 കോടി വന്നോ? 13 കോടി. ഒരു കോടി എക്സ്ട്രാ ഉണ്ടായി ബ്രോ നമ്മളെ സഹായിച്ചതിന്. അല്ല വേറെ എന്തെങ്കിലും തരണ്ടോ ഞാൻ? താങ്ക് യു ബ്രോ. ഇല്ല ഒന്നും തരാനില്ല. അല്ല ഈ അധികം എന്തെങ്കിലും വേണോ? പൈസ എന്തെങ്കിലും വേണോ? ആവശ്യമുണ്ടോ? അല്ല ഇല്ല പറഞ്ഞു എന്താവശ്യം പറഞ്ഞോ. ചുമ്മാ പിന്നെ എന്താവശ്യം പറഞ്ഞോ. വേണ്ട, ഇത് ഒരു ഓർമ്മ വെച്ചിരുന്നാ മതി. നമ്മള് ഓർമ്മ വെച്ചിരുന്നത് എത്ര ഉള്ളു, വേറെ സന്തോഷം എത്ര ഉള്ളു. ഇനി നമ്മള് ഡെക്കറേഷൻ പരിപാടിക്ക് നമ്മള് വരുന്നില്ല. ഇതാരാടാ മൂവി? വേണ്ട ബ്രോ, അതൊക്കെ സന്തോഷം. മോബി എന്നാ വണ്ടിയിലോട്ട് സുഖമൊക്കെ എനിക്കൊക്കെ എന്ത് സുഖോടാ, നിനക്കൊക്കെ അല്ലേ സുഖം. ഞാൻ ഇപ്പൊ എന്തിനു വേണം നിക്കാൻ പോട്ടാ? ഒരു മിനിറ്റ് ബോബി, എടാ നീ ഇങ്ങോട്ട് വന്നേ. 130 കോടി കൊടുത്തല്ലേ? പറഞ്ഞോ. സത്യമായിട്ടും 13 കോടിയല്ലേ കയ്യിൽ വന്നത്? സത്യമായിട്ടുണ്ടോ? ഞാൻ കള്ളം പറയൂ? ഞാൻ കള്ളം പറയത്തില്ല. എന്റെ മുഖത്ത് കാരണം ആമിഷ ഉണ്ടാ, ഞാൻ കള്ളം പറയത്തില്ല. എനിക്ക് മീശ താഴെയുള്ളവന്മാരെ പണ്ടേ വിശ്വാസം ഇല്ലായിരിക്കും, അതുകൊണ്ട് ഞാൻ വളർത്താത്തത്. അയ്യോ സത്യമായിട്ട് ഈ റാമീശ കണ്ടിട്ട് അന്ന് കള്ളം പറയുന്ന ഒരു ചെറുക്കനാൻ തോന്നുന്നു. ആ കണ്ണാടി ഉണ്ടാ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമായിട്ട് വിളിച്ചാൽ മതി കേട്ടാ. ഓക്കെ അത് മതി. ശരി. അത് മതി, പൈസ ഒന്നും വേണ്ടതാ. ഇതാര് എന്നാ പൈസ തിരിച്ചു 13 കോടി രൂപ ശ്രേയം മാത്രം മതി. അയ്യോ അത് വേണ്ട. അല്ല ഈ പൈസ വേണം. കണ്ട സെന്റിമെന്റ്സ് അടിക്കല്ലേ. മോബി കണക്ട് റേഡിയോ. ഹലോ മോബി, ഇത് പറയടാ. അണ്ണല്ലാത്തന്റെ ഒരു സുഖമില്ലായിരുന്നു. എനിക്കത് പുറമെ കാണുന്നില്ലല്ലോ, നല്ല സുഖിച്ചിരിക്കുന്നതായിട്ടാണല്ലോ തോന്നുന്നത് എനിക്ക്. ായിട്ട് ഒരു ഐജിഎൽ സ്ഥാനത്തേക്ക് എടുത്തവനാ ലവ്ലി ബിയർ. കണ്ണൊക്കെ എഴുതി കണ്ണില് ടാറ്റ് അടിച്ചതാ. ഞാൻ മാത്രല്ല കൂട്ടണ്ണ. അയ്യോ ഇതാരാ വില്ലുമോനെ? അങ്ങോട്ടെ എല്ലാരും ഒന്ന് വാ. ഇന്നൊരാളെ നമ്മൾ കണ്ടില്ലെങ്കിൽ പുള്ളി ഉത്തരത്തിൽ തൂങ്ങും. ഇതാരാണ് ഈ പെൺകുട്ടികൾ? ആരാണ്? അണ്ണാ ഇത് കുരുവി, മന്ദാരത്തിന്റെ മോളോ? ഡോക്ടർ. ഇവൻ ഓരോ ദിവസവും ഇത്ര പെട്ടെന്ന് ആൾക്കാർ വളരുവോ? മോക്ക് എന്ത് പ്രായം വരും? ഇപ്പൊ എന്താ മലയാളമാണോ പറഞ്ഞ? ഹലോ ഹലോ 3000 വയസ്സുള്ള തന്തയ്ക്ക് 20 വയസ്സുള്ള മോളെ ആയിക്കൂടെ എന്നാണ് ഓ അങ്ങനെ. അത് ശരിയാ. അവൻ ഇമ്മോർട്ടൽ ആണെന്നാ പറഞ്ഞ നടക്കുന്നത്. ഈ കുട്ടിയുടെ പേരെന്താ? ഡെയ്സി. ഓക്കെ, ഇത് മോബിയോട് ഞങ്ങള് ഡേറ്റിംഗ് അല്ലേ? ഓക്കെ. എന്ന് തീരും ഡേറ്റിംഗ്? എന്ന് തീരും? തീരുമാനിച്ചില്ല കേട്ടോ സമയം. ഓക്കെ. എനിക്കൊന്നും കണ്ടേക്കുള്ള ഒരു ത്രാണിയില്ല. ഇങ്ങനെ കണ്ണിലെന്ത് ഈച്ച കുത്തി? ഇതെന്താ കണ്ണിലിരിക്കുന്നത്? ഹലോ എടാ വാ അങ്ങോട്ട് ഗ്യാഗ് ഹൗസ് വരെ പോവാ. വാ, അവിടെ സാഗുര് വെയിറ്റിംഗ്. ഇന്നൂടെ ചെന്നില്ല അങ്ങനെ കേറി തൂങ്ങും ഉറപ്പായിട്ടും. വാ കുട്ടികളെ കാണാം കേട്ടോ, കാണാം. ഡെയ്സിയും ഈ കുട്ടിയുടെ പേര് മറന്നുപോയി. കുരുവി. എന്റെ ഒരു പക്ഷിയുടെ പേരാണ് പരുന്ത്. നമ്മളൊക്കെ ഒരേ വർഗം. എടാ
മുതുക്കിന്റെ ഫോട്ടോയാ? അല്ല ബുർജ് ഖലീഫയിലെ ഒരു അണ്ണന്റെ ഫോട്ടോ ബുർജ് വന്നിട്ടുണ്ട് ഖലീഫയിലെ? അണ്ണൻ കണ്ടായിരുന്നോ? ഓ സിറ്റിയിൽ പുതിയ സാധനമൊക്കെ വന്ന്. ബുർജ് ഖലീഫ ഞാൻ കണ്ടില്ലല്ലോ. കാണാം എന്തായാലും. ഓ എന്തായാലും കുരുവി കാണാം, ഡേറ്റ് കാണാം. ഞങ്ങളൊന്ന് പോയിട്ട് വരട്ടെ. ഏയ് മൂവി പോകുന്നുണ്ടോ? അല്ല നീ വരുന്നില്ലേ? ഞാനും വണ്ടി കയറാ. വാടാ, ആ വണ്ടി അവിടെ നടക്കുവാണോ അപ്പുറത്തെ? നിങ്ങളെ വണ്ടി എടുത്തോ? വാസണ്ണ വന്ന് നിന്നെ അവള് ഏറ്റവും ലാസ്റ്റ് ബൂബി എന്നാണോ വിളിച്ചേ? ഉയ്യോ. ഔ, നിർത്തല്ലേ, വണ്ടി നിർത്തല്ലേ. അയ്യോ വണ്ടിയാ മന്ദാരത്തിനെ അങ്ങ് കൊന്നു കേട്ടോ. തലയിലോട്ട് ഹലോ, എന്താടാ? അണ്ണ ഒരു കാര്യം അറിഞ്ഞ ഇത്രയും ഇതുണ്ടായിരുന്നു നമ്മളെ അണ്ണ ഇവര് കല്യാണത്തിന് വിളിച്ച ആരുടെ കല്യാണത്തിന്? കല്യാണം നമ്മളെ വിളിച്ചില്ല. ശരിക്കും ജുഗുറുവിന്റെ കല്യാണം നടന്നു? പിന്നെ